സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് ഋതുവിന് കട്ടക്കലിപ്പായി തന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോട്. കാരണം ഇന്ദ്രനോടുള്ള ദേഷ്യം ഋതു കുഞ്ഞിനോട് തീർക്കാനായിട്ട് ഒരുങ്ങുവാണ്. രണ്ടും കൽപ്പിച്ച് ഋതു എന്ത് ചെയ്തു? കൈ ചുരുട്ടി വയറിട്ട് ഇടിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. ഒരു നിമിഷം ഋതു ഒന്ന് പതറി. കാരണം തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെന്ത് പഴിച്ചു എന്നൊരു ചിന്തയായിരുന്നു. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞിടിക്കാനായിട്ട് വന്ന. പക്ഷെ ഋതുവിന് അത് സാധിച്ചില്ല. ഋതുവിന് ആകെപ്പാടെ ഭ്രാന്ത് വിളിക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയില്ല. ഒരു പക്ഷെ ഈ കുഞ്ഞു വയറ്റുള്ളതുകൊണ്ടാ തനിക്കിപ്പോ ഒന്നും മേലാത്ത അവസ്ഥ. ഇല്ലായിരുന്നെങ്കിൽ താൻ പുഷ്പം പോലെ അവനെ വലിച്ചെറിഞ്ഞാനും. ഇപ്പൊ ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞോണ്ടാ തന്നെ എല്ലാരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നേ. എന്താ ചെയ്യണ്ടേ? ശരിക്കും പറഞ്ഞാല് അവൻ തന്നെ കരുവാക്കുക ചെയ്തത്. മനഃപൂർവ്വം തന്നെ ബലിയാടാക്കിയതാ. താൻ അന്നേ പറഞ്ഞ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വീട്ടുകാരോട്. പക്ഷെ വീട്ടുകാരും സമ്മതിച്ചില്ല. അന്ന് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുമായിരുന്നെങ്കിൽ തനിക്കിന്ന് ഇത്ര വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഋതുവിന്റെ ചിന്ത പോകുന്നത്. ഋതുവിന് ആ കുഞ്ഞിനെ ഒട്ടും കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുമ്പ് കുഞ്ഞിനോട് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തോ കുഞ്ഞിനോടൊരു വെറുപ്പും ഒക്കെയാണ് തോന്നുന്നത്. അത് തന്റെ വയറ്റിലില്ലായിരുന്നെങ്കിൽ തനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കായിരുന്നു. ആരെയും ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷൻ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി വരുന്ന സമയത്ത് ഋതു വല്ലാത്തൊരു ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കൂടെ നടക്കുക. പല്ലവി വന്നിടിച്ചു. എന്താ ഋതു, എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, ഇനി എന്ത് പറ്റാനാ? അല്ല, രാജലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞ കാര്യമൊക്കെ ഓർത്തിട്ടാണോ നീ? എനിക്കറിയത്തില്ല പല്ലവി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കാന്ന്, അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ ഒക്കെ സമ്മതിച്ചോ? എന്നിട്ടിപ്പൊ എന്തായി? അനുഭവിക്കുക നാളെ ഞാനല്ലേന്ന് ചോദിച്ചു. എന്താ ഋതു ഇങ്ങനെ പറയണേ? ദേ ഈ വൃത്തികെട്ട കുഞ്ഞ് എന്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രം എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എനിക്ക് ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പല്ലവി പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത്. അതൊരു കുഞ്ഞല്ലേ. അത് എന്ത് പഴിച്ചെന്ന് ചോദിച്ചു. കുഞ്ഞാണ് പോലും. അതില്ലായിരുന്നെങ്കിലോ? നീ എന്തിനാ ഋതു മറ്റുള്ളവരോടുള്ള ദേഷ്യം നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോട് കാണിക്കുന്നേ? അതിനോട് വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല. ദേ അധികം വൈകാതെ നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പുറത്തേക്ക് വരും. ആ സമയത്ത് കുഞ്ഞിന് താങ്ങായും തണലായിട്ട് നീയായിരിക്കണം ഉണ്ടാവേണ്ടത്. നിന്റെ കൂടെയല്ലേ കുഞ്ഞ്. അപ്പൊ പിന്നെ നീ അതിനോട് വെറുപ്പ് കാണിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഋതു പറഞ്ഞു, പല്ലവി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് അവന്റെ കുഞ്ഞാണ്. അവന്റെ കുഞ്ഞിനെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഋതു നിനക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലേ? ഇന്ദ്രന്റെ മാത്രം കുഞ്ഞല്ലല്ലോ, നിന്റെയും കൂടെ കുഞ്ഞല്ലേന്ന് ചോദിച്ചു. നിന്നോട് അന്ന് ഞങ്ങൾ ആകുന്ന എല്ലാരും പറഞ്ഞു തന്നല്ലേ ഈ വിവാഹബന്ധം വേണ്ടാന്ന്. പക്ഷേങ്കില് നീ അതനുസരിച്ചോ? ഇല്ലല്ലോ. അന്ന് പറയുന്ന അനുസരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇങ്ങനെ കടന്ന് വേദനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോഴേക്കും ഋതു പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ പല്ലവി. അത് ശരിയാ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നീ ഒരു കാരണവശാലും നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ നീ കൈവിടില്ല. ഒരു പക്ഷെ നാളെ താങ്ങായും തണലായിട്ടും ഇവനായിരിക്കും ഉണ്ടാവുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും മാറ്റം ഇന്ദ്രനുണ്ടായാലോ? അത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, പല്ലവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മാറ്റം ഉണ്ടാവുന്ന? അവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചില്ല. ഒരു പക്ഷെ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അവനോട് മാത്രം സ്നേഹമുള്ളൂ. അവന്റെ വീട്ടിൽ ഒരു മനുഷ്യരോട് പോലും അവന് സ്നേഹമില്ല. പെറ്റാ തള്ളയോട് പോലും സ്നേഹമില്ല. പിന്നെയാണ് അവന് ഈ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാൻ പോകുന്നത്. പല്ലവിക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ? അതെ ഋതു, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ മുമ്പേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. അപ്പൊ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന മട്ടിലായിരുന്നു നീ. പൂർണ്ണിമയെ ഞാൻ കണ്ടായിരുന്നു. പൂർണ്ണിമ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജേഷ്മി അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. കാരണം നിന്റെ ജീവിതമാണ്, നീ ആയിട്ട് തെരഞ്ഞെടുത്ത. ഇനി നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഇതിനകത്ത് ഞാനൊരു അഭിപ്രായം പറയത്തില്ല. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തില് ഒരു കാരണവശാലും അതിനെ നീ വെറുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം കൊടുത്തിട്ട് പല്ലവി അങ്ങോട്ട് പോയി. ഋതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരു ടെൻഷനായി. ആ സമയത്ത് രാജലക്ഷ്മി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇന്ദ്രൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാജലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു. എന്താടാ? അമ്മ പൊന്നുമടത്തി പോയെന്ന് ചോദിച്ചു. ഞാൻ പൊന്നുമടത്തി പോയ നിനക്കെന്താ കാര്യം? അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് അമ്മ പോയതല്ലേ? എടാ അതുകൊണ്ടൊന്നും അല്ല. നിന്റെ കല്യാണം കഴിഞ്ഞ നിനക്കൊരു ഭാര്യയുണ്ട് ഋതു, അറിയാലോ. അതിനുശേഷം കല്യാണം കഴിഞ്ഞ പാറും വിശ്വമൊക്കെ നല്ല സന്തോഷമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. നീയോ കൂടുമില്ല കുടുംബം ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അതിന് അമ്മയ്ക്ക് എന്താമ്മേ? എനിക്ക് കുടുംബവും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം കെട്ടിപ്പറക്കി നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയതാണല്ലോ. എന്നിട്ടിപ്പൊ എന്താ ഇന്ദിര? അമ്മേ ഞാനും അവളും കൂടെ ചേരത്തില്ല എന്ന് പറഞ്ഞു. എടാ ഇതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല, മുമ്പ് ആലോചിക്കണം.
കല്യാണം എന്ന് പറഞ്ഞ കുട്ടികളെയാന്നോർത്താണ് നീ ഇരിക്കുന്നേ. എടാ, നിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ സമയത്ത് ഭർത്താവിന്റെ സ്നേഹവും കരുതലൊക്കെ അവൾക്ക് വേണ്ടത്. അതിനെക്കുറിച്ച് നിനക്ക് വല്ല ചിന്തയുണ്ടോ? നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വാ. ബെസ്റ്റ്. ഞാൻ വിളിച്ചിട്ടുണ്ടായ അവൾ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. എടാ, അവളോട് ഇച്ചിരി സ്നേഹത്തോടെ കരുതലോട് കൂടി വേണം സംസാരിക്കാനായിട്ട്. അല്ലാതെ വെട്ടുപോത്തിന്റെ സ്വഭാവം എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യമാരടാ കൂടെ നിൽക്കുന്നേ? നിന്റെ കുഞ്ഞല്ല അവളുടെ വയറ്റി വളരുന്നേ. ആ ഒരു ചിന്തയെങ്കിലും നിനക്കൊണ്ടോടാ? അമ്മേ, എനിക്ക് അവളെ സ്നേഹിക്കാനോ ഭാര്യയായിട്ട് കാണാനോ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നീ ഇപ്പോഴല്ല ചിന്തിക്കേണ്ടിയിരുന്നേ, മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഇന്ദിര, മുമ്പത്തെ നിന്റെ കുട്ടികളെയൊന്നും അല്ല, നീ ഒരു അച്ഛനാകാൻ പോവാ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ആ ഒരു ഓർമ്മയില്ല. അമ്മ, നമ്മുടെ കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിനക്കറിയാലോ. ഒന്നെങ്കിൽ നീ നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണം. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, രണ്ടും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നൊന്നുമില്ല. അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു, എങ്കിൽ പിന്നെ നിന്റെ ഇവിടുത്തെ ജീവിതം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഇന്ദ്രൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എല്ലാരും കൂടെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ആ സമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നു. പല്ലവി എന്നിട്ട് ഋതുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, നമുക്ക് ഋതുവിനെ ഒന്നിനെ നിർബന്ധിക്കാൻ പറ്റില്ല. അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ ഇന്ദ്രന്റെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിച്ച് നിനക്കല്ലേ അറിയുള്ളൂ. അത് സേതുവേട്ടാ, ആ ഇന്ദ്രനോടൊപ്പമുള്ള ഒരു ജീവിതം ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അത്രയ്ക്ക് ദുഷ്ടന അവനെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് മയൂരിയുടെ കോള് വരുന്നേ. മയൂരിയാണല്ലോ എന്ന് പറയണ. അങ്ങനെ സേതു കോളെടുത്തു. എന്താ മോളെ വിളിച്ചേന്ന് ചോദിച്ചു. അല്ല, സേതുവേട്ടൻ വീട്ടിലാണോ? അത് ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു. അതെ, സേതുവേട്ടനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണ്ട്. എന്ത് കാര്യമാ? അല്ല, എന്റെ ശ്രീകാന്തിനെ കല്യാണം നടത്തണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ സേതുവേട്ടൻ ഇവിടുന്ന് പോയത്. അത് നടക്കില്ലായിരിക്കും സേതുവേട്ടാന്ന് പറഞ്ഞു. വെറുതെ സേതുവേട്ടൻ പോയി നാണം കിട്ടണ്ടാന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, കാര്യം പറ മയൂരി എന്ന് പറഞ്ഞു. അത് പിന്നെ പല്ലവി ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അറിയത്തില്ലാത്ത ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് നടന്നായിരുന്നു പറഞ്ഞു. കാര്യം? എന്ത് കാര്യം? അതൊരു തവണ ശ്രീകാന്ത് എൻ്റെ പിന്നാലെ വന്നായിരുന്നു. കല്യാണമൊക്കെ മുടങ്ങിയതിന് ശേഷം എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേങ്കിൽ ആ സമയത്ത് വഴിക്ക് വെച്ച് പപ്പ കണ്ടത്. കാരണം എൻ്റെ കയ്യെ കടിച്ച് ശ്രീകാന്ത് ഇഷ്ടമെന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പപ്പ വന്ന് ശ്രീകാന്തിനെ തല്ലി, കുറെ തല്ലൊക്കെ വെച്ച് കൊടുത്ത് ശ്രീകാന്തിനെ ഓടിച്ചെന്ന് പറയണേ. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു. അതുകൊണ്ട് ഇനി ശ്രീകാന്ത് എൻ്റെ കഴുത്തിൽ താലി അറുത്താൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പായുടെ ഒക്കെ ശ്രീകാന്തിന് നല്ല ദേഷ്യം കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, ഇനി എന്ത് ചെയ്യും സേതുവേട്ടാന്ന് ചോദിച്ചു. നോക്കാം പല്ലവി. പിന്നീട് സേതു മയൂരിയോട് പറഞ്ഞു, എന്താണെങ്കിലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഞാൻ എന്താണെങ്കിലും വേണ്ട സാറിന് വാക്ക് കൊടുത്തിരിക്കുന്ന 30 ദിവസത്തിനുള്ളിൽ നിന്റെ ശ്രീകാന്തിന്റെ കൂടെ വിവാഹം നടത്തുന്ന നമുക്ക് നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിൽ നിന്നും പറഞ്ഞുകൊണ്ട് സേതു കോള് കട്ട് ചെയ്തു. ആ സമയത്ത് പല്ലവിച്ച് സേതുട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്താണ്, ശ്രീകാന്തിനെ പോയി കാണണം, ശ്രീകാന്തിനോട് സംസാരിക്കണം, ശ്രീകാന്തിന്റെ വീട്ടുകാരുടെ സമ്മതം വാങ്ങണം. ഇതൊക്കെ എൻ്റെ അടുത്ത ലക്ഷ്യം. കാരണം ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ കല്യാണം നടന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പല്ലവിക്കറിയാം സേതു ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയത് തന്നെയാന്ന്. പല്ലവി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. ആ സമയത്ത് രാജലക്ഷ്മി പാറുവിന്റെ അടുത്തേക്ക് വന്നു. പാറുവിന്റെ അടുത്തേന്ന് സംസാരിക്കുന്ന സമയത്ത് പാറുവിനോട് പറഞ്ഞു, മോളെ ഇനി നീ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താമ്മ അങ്ങനെ പറഞ്ഞ്? അല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം, നോക്കിയും കണ്ടുമൊക്കെ വേണം നടക്കാനായിട്ട്, അല്ലാതെ ഓടിച്ചാടിയും നടക്കരുതെന്ന് പറഞ്ഞു. അമ്മ, എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, അതെനിക്കറിയാം. പക്ഷെ അറിയാലോ, എപ്പോഴാ തലറക്കം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. രാജലക്ഷ്മിക്ക് പേടി ഇന്ദ്രനെയായിരുന്നു. കാരണം ഇന്ദ്രൻ മുമ്പ് എണ്ണ ഒഴിച്ചിട്ടല്ലേ, അതുപോലെ ഇനി എന്തെങ്കിലും ചെയ്യുമോന്നൊരു പേടിയുണ്ട് താനിവിടെ ഇല്ലാത്ത സമയത്ത്. അതുകൊണ്ടാണ് പാറുവിന് വാണിംഗ് കൊടുക്കുന്നത്. നോക്കണം, നല്ല രീതിയിൽ നോക്കിയും കണ്ടും വേണമൊക്കെ നടക്കാന്ന്. എന്തിനും മടിക്കാത്തവനെ ഇന്ദ്രന്. അവൻ ഇനി വീണ്ടും പാറുവിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ രാജലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. അവൻ ഈ വീട്ടിൽ നിന്ന് പോകുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഈ വീട്ടിലുള്ളിടത്തോളം കാലം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് രാജലക്ഷ്മി അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.